Hi, good morning everybody. Welcome back to Healthy Space YouTube channel. Once again, റംസാൻ മാസമാണ്. പ്രത്യേകിച്ച് മുസ്ലിങ്ങളൊക്കെ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ അന്നപാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഉമിനീര് പോലും മറക്കാതെ നോൽമ്പനുഷ്ഠിച്ചുകൊണ്ട് രാത്രികാലങ്ങളിൽ തറാവീഹ് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ സജ്ജമാകുന്നു മുഅ്മിനീങ്ങൾ. അതെ, ഇത് തികച്ചും എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ്. കാരണം പകൽ സമയത്ത് വ്രതമനുഷ്ഠിക്കുകയും രാത്രികാലങ്ങളിൽ പ്രാർത്ഥനകളിൽ മാത്രം ഒഴുകി ഒരു മാസം കഴിച്ചുകൂട്ടുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങൾ അഥവാ സത്യവിശ്വാസികൾ. പക്ഷേ ഇത്തരം പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത് പള്ളിയിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ യാത്രയൊക്കെ പോകുമ്പോൾ യാത്രാമധ്യേ ആദ്യം കിട്ടുന്ന പള്ളി ഏതാണ്? അപ്പോൾ അവിടെ നമ്മൾ കയറി നമസ്കരിക്കും. ചിലപ്പോൾ തറാവി നമസ്കാരമായിരിക്കും, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നമസ്കാരമായിരിക്കും. അപ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, അവിടുത്തെ റാത്തിബായ ഇമാം നല്ല പ്രഗത്ഭനായ പണ്ഡിതനായ വ്യക്തിയായിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ പുറകെ നിന്ന് മഅ്മൂമായി നമസ്കരിക്കുന്ന ആളുകൾ, മഅ്മൂമായി നിസ്കരിക്കുന്ന വ്യക്തികൾ ഇമാം സൂറത്ത് ഓതുമ്പോൾ നന്നായിട്ട് ശ്രദ്ധയോടുകൂടെ കേൾക്കണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് അർത്ഥം അറിയില്ലെങ്കിലും അർത്ഥം ഗ്രഹിക്കാനായിട്ട് നാം ശ്രമിക്കണം. മാത്രമല്ല, ഇമാം സൂറത്ത് ഓതുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ശബ്ദമുയർത്തി നാം ഓതാൻ പാടില്ല എന്ന് മാത്രമല്ല, അത് ഖറാഅത്താണ്. എന്ന് പറഞ്ഞാൽ ഈ ഖറാഅത്ത് എന്ന് പറഞ്ഞാൽ എന്തോ? ഖറാഅത്ത് എന്ന് പറയുമ്പോൾ ദീനിൽ വെറുക്കപ്പെട്ട കാര്യമാണ്. ദീനിൽ വെറുക്കപ്പെട്ട കാര്യം നാം ചെയ്യേണ്ടതായിട്ടുണ്ടോ? ചിലപ്പോൾ ആ ഇമാമിൻ്റെ കൂടെ ഓതുന്ന വ്യക്തി ആ നാട്ടിലെ വലിയ വ്യക്തിയായിരിക്കും, വലിയ അറിയപ്പെടുന്ന ആളായിരിക്കും. എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? വെള്ളിയാഴ്ച എങ്ങാനും നമ്മൾ ചില പള്ളികളിൽ അങ്ങോട്ട് കയറി നിസ്കാരം അങ്ങോട്ട് തുടങ്ങിക്കഴിയുമ്പോൾ ഇമാം സബീഹിസ്മ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ചില ആളുകളുണ്ട്, ഇമാമിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് ഓതാൻ തുടങ്ങും. അപ്പം നമുക്ക് ഈ ഓത്ത് ഇയാൾ അടുത്ത് നിൽക്കുന്ന ആൾക്ക് ഭയങ്കര ശല്യമായിരിക്കും ഇയാൾ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട്. അപ്പം നമുക്ക് ചിലപ്പോൾ തോന്നും, നാളെ തൊട്ട് റാത്തിബായ ഇമാമായി ഇയാളങ്ങ് ഇമാമ് നിർത്തിയാലോ എന്ന് തോന്നിപ്പോവും. അങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ ഇങ്ങനെ ആവർത്തിക്കരുത് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അങ്ങനത്തെ വ്യക്തിയുമല്ല. അപ്പം നമ്മളവിടെ എന്ത് ചെയ്യും? മിണ്ടാതിരിക്കുക. അങ്ങേരോട് പറഞ്ഞാൽ ആകെ കുഴപ്പമാവും. ഇത്തരം ആളുകൾ ചെയ്യുന്നത് ഇമാമിന് മാത്രമല്ല ഖുർആൻ അറിയാം, ഞങ്ങൾക്ക് ഓതാൻ അറിയാമെന്നും പറഞ്ഞങ്ങ് മത്സരിക്കുകയാണ്. പറഞ്ഞാലോ അവർ അംഗീകരിക്കുകയില്ല. ഈ ഒരു ശൈലി നാം മാറ്റണം. മാത്രമല്ല, ഇമാം ഓതുന്നത് നാം കേൾക്കണം. കേട്ടുകൊണ്ട് അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാനായിട്ട് നാം ശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അതാണ് നാം ചെയ്യേണ്ടത്. വെളിച്ചം വീശണം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് വെളിച്ചം നൽകണം, പ്രകാശം നൽകണം. അത് വേറൊരാളുടെ വെളിച്ചം കെടുത്തിക്കൊണ്ടാവരുത്. ആ ഒരു കാര്യം നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം. താങ്ക് യു.